ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈലിന് ഇട്ടിരിക്കുന്ന ഫ്രിഡ്ജ് ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ആൽഗയൊക്കെ പിടിച്ച് ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇത് മെയിൻ്റെനൻസ് ചെയ്യാനുള്ള സമയമില്ലാത്ത കാരണം മെയിൻ്റെനൻസ് വർക്കൊന്നും നടന്നിരുന്നില്ല. വെള്ളം ക്ലീനൊന്നും ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ ഇന്ന് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ഈ ജപ്പാൻ ബ്ലൂ ടൈലിനെ മറ്റൊരു വാട്ടർ പ്ലാന്റ് ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ്. മീനുകൾ ആൽഗെ വാട്ടറിൽ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടിരിക്കും എന്നുള്ളതിനൊരു തെളിവാണ് ഇപ്പോൾ ഈ കാണുന്നത്. അധികം നോക്കാതെ തന്നെ മീനുകളൊക്കെല്ലാം തന്നെ നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ പെരുകിയിട്ടുമുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. ഞാൻ 2-3 പെയർ മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ അതാണ് ഇപ്പോൾ ഇത്രയും പെരുകിയിരിക്കുന്നത്. ഏകദേശം 5-6 മാസത്തോളമായി ഞാൻ ഇങ്ങനെ ക്ലീനിങ് ഒന്നും ചെയ്യാതെ ഇട്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് ഫുഡ് ഇട്ട് കൊടുക്കും എന്നല്ലാതെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ മീനുകളൊക്കെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ആൽഗെ വെള്ളത്തിൽ വളർന്നുകൊണ്ട് തന്നെ മീനുകളെല്ലാം തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല സൈസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെയിലത്തുനിന്ന് മാറ്റി പിടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറുന്നത് കാണാൻ പറ്റും. ഈ മീനിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിന് സൂര്യപ്രകാശം ബോഡിയിലടിക്കാൻ നേരത്ത് ഇതിൻ്റെ മെറ്റാലിക് ഷെയ്ഡ് നല്ല രീതിയിൽ കയറി വരുന്നത് കാണാൻ പറ്റും നമുക്ക്. ഇനി നമുക്ക് ഇവരെ ഒരു പ്ലാന്റ് ടാങ്കിലേക്ക് മാറ്റണം. ഈ മീനുകൾ പ്ലാന്റ് ടാങ്കിൽ കിടക്കാനാണ് കുറച്ചും കൂടി ഭംഗി കാണാനായിട്ട്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഈ മീനിൻ്റെ കുറച്ച് നല്ല രീതിയിൽ നോക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി ഒരു പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യണം. ഇത് നമ്മുടെ കയ്യിൽ വാട്ടർ പ്ലാന്റ്സ് നട്ട് വെച്ചിരുന്ന ഒരു പ്ലാന്റ് ടാങ്കാണ്. കുറേ നാളായി ഇത് നട്ടിട്ട് ഏകദേശം 5 വെറൈറ്റിയോളം വാട്ടർ പ്ലാന്റ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഇതിന് മെയിൻ്റനൻസും വർക്കൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം മീനുകൾ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട്. അപ്പോൾ 1-2 മീനുകൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, അവരുടെ അടുത്ത് മാറ്റും. അത് മിക്സഡ് കപ്പികളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചീത്തായ ഇലകളും അതുപോലെ തന്നെ ആൽഗെ ചെറിയ രീതിയിൽ പാട പോലെ ആൽഗെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വേണം മീൻ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം. ഓൾറെഡി ടെമ്പറേച്ചറും അതുപോലെ തന്നെ pH ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനുകളാണ്. പെട്ടെന്ന് നമ്മൾ ആൽഗെ വെള്ളത്തിൽ നിന്ന് ക്ലിയർ വെള്ളത്തിലേക്ക് മാറ്റാൻ നേരത്ത് മീനുകൾക്ക് ചിലപ്പോൾ അത് താങ്ങാൻ പറ്റിയെന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു 1-2 മണിക്കൂറോളം മീനുകൾ ഇതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ടെമ്പറേച്ചർ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ മീനുകളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഓടി നടക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് വാട്ടർ പ്ലാന്റ്സ് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കാരണം വാട്ടർ പ്ലാന്റ്സ് കുറച്ച് അധികമാണ് ഇതിൻ്റെ അകത്ത്. മീനുകൾക്ക് കുറച്ചും കൂടി ഫ്രീ സ്പേസ് കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ ചെറിയ മീനുകൾക്കൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് കിട്ടാനായിട്ട് ഇത്രയും വാട്ടർ പ്ലാന്റ്സിൻ്റെ ആവശ്യമില്ല. കുറച്ച് വാട്ടർ പ്ലാന്റ്സ് നമുക്ക് ഒഴിവാക്കണം. അതുപോലെ തന്നെ പണി കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് മീനുകളെ ബ്രീഡിങ്ങിന് വേണ്ടി, നല്ല ക്വാളിറ്റിയുള്ള മീനുകളെ നോക്കി ബ്രീഡിങ്ങിന് വേണ്ടി മാറ്റിയിടണം. നമ്മൾ ബ്രൂഡാക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഒരു 5 മീനുകളെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു മെയിലും 4 ഫീമെയിലും. നല്ല ക്വാളിറ്റി നോക്കിയാണ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ക്രൗഡഡായിട്ട് ഇടുന്നില്ല. നമ്മളൊരു ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്കാണ് റിലീസ് ചെയ്യുന്നത്. കാരണം മീനുകളെല്ലാം തന്നെ നല്ല ഓവർ സൈസ്ഡാണ്. മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിൽ നല്ല രീതിയിൽ സൈസ് വെക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ തിന്ന് തീർക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രീഡിംഗ് കേജ് വെച്ച് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടബിലേക്ക് മാറ്റാം. ഞാൻ ഇതുപോലെ നെറ്റ് ഉപയോഗിച്ച്, അതുപോലെ തെർമോക്കോൾ നെറ്റൊക്കെ ഉപയോഗിച്ച് ഒരു ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് വെക്കാം. വന്നിട്ട് കുറച്ച് വെള്ളം, അതായത് നമ്മൾ ഓൾറെഡി ആൽഗെ വെള്ളത്തിൽ നിന്നാണ് നമ്മൾ നല്ല വെള്ളത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ pH ഒന്ന് റെഡിയാവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വെള്ളം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ ഇങ്ങനെ നിർത്തിയതിന് ശേഷം നമുക്ക് മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ അകത്ത് 2 ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഫീമെയിലുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരെ പിടിച്ച് മാറ്റണം. ഈ കാണുന്ന 2 എണ്ണം ഓവർ സൈസ്ഡാണ്. കാരണം അവരെ പിടിച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ പിടിച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവരെ 2 പേരെയും പിടിച്ച് വേറൊരു ഗ്ലാസ്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരെ വേറൊരു ടാങ്കിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഈ നല്ല സൈസുള്ള ഫീമെയിലിനെ കാണുമ്പോൾ നമുക്കൊരു ധാരണയുണ്ട് അത് നല്ല രീതിയിൽ പ്രസവിക്കും, കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം കുഞ്ഞുങ്ങൾ കുറവായിരിക്കും. കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡുകൾ ഒരുപാട് കഴിച്ച് ഫാറ്റ് കയറിയാണ് മീനുകൾക്ക് ഈ സൈസ് വെക്കുന്നത്. പിന്നെ അത് ഒന്നാമത്തെ റീസൺ. പിന്നെ ഒന്ന് ഏജ്, പ്രായ കൂടുതൽ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടും കുഞ്ഞുങ്ങൾ വളരെ കുറവായിരിക്കും. മാത്രമല്ല ഇത്ര ഓവർ സൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ തിന്ന് തീർക്കുകയും ചെയ്യും. അപ്പോൾ ഇവരെ മറ്റുള്ള മീനുകളുടെ ഒപ്പം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെയും ഇവർ പ്രസവിക്കുന്ന ഉടനെ തന്നെ കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇവരെ പിടിച്ച് വേറൊരു ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബ്രൂഡ് സ്റ്റോക്ക് ഇതുപോലെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനിട്ടിട്ട് 2 മണിക്കൂർ അതിന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം. മീനുകളെല്ലാം തന്നെ ഹെൽത്തിയറാണ്, ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് സ്ട്രെസ് കുറക്കാൻ വേണ്ടി കബോംബയുടെ പ്ലാന്റാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും.
ഒരു തണ്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ബ്രീഡിംഗ് കേജിലായതുകൊണ്ട് തന്നെ അവർക്ക് ഓടി കിടക്കാനുള്ള സ്ഥലം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഒരു തണ്ട് കബോംബയുടെ, അല്ലെന്നുണ്ടെങ്കിൽ ഫോക്സ് ടെയിലാണെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രിലാണെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ കബോംബയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഫീമെയിൽസിന് വേണ്ടി വേറൊരു ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പയ്യെ വരെ അതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുകയാണ്. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ബ്രീഡിങ്ങിനിട്ട നമ്മുടെ ബ്രൂഡ് സ്റ്റോക്ക്, അതായത് മെയിൻ ബ്രൂഡ് സ്റ്റോക്കായ 4 ഫീമെയിൽ ഏതോ ഫീമെയിൽ പ്രസവിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ ഞാനിപ്പോൾ സൈഡിൽ നിൽക്കുന്നത് കണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോഴത്തേക്കും നമ്മുടെ മറ്റേത് ഏകദേശം ടെമ്പറേച്ചറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടിട്ട് 1 മണിക്കൂറായി. ഇനി നമ്മൾ അവരെയും പയ്യെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. നമ്മൾ ബ്രീഡിംഗ് കേജ് ഉണ്ടാക്കിയത് ഇതുപോലൊരു കൊട്ട വെച്ചിട്ടാണ്. ഇതിൻ്റെ 2 സൈഡിലും തെർമോക്കോൾ വെച്ച് കേബിൾ ടൈ വെച്ച് നല്ല രീതിയിൽ ടൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുങ്ങിപ്പോവാതെ വെള്ളത്തിൻ്റെ മേളിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 10-85 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊട്ട നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇനി നമുക്ക് ആദ്യം നമ്മുടെ മീനുകൾ കിടന്നിരുന്ന ഫ്രിഡ്ജ് ബോക്സ് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ മീനുകളൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടിയിലുള്ള വേസ്റ്റുകളൊക്കെ ഇളകി ആകെ ഒരു മോശം അവസ്ഥയിലാണ് ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സ്. അപ്പോൾ നമ്മളിതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് നല്ല രീതിയിൽ കഴുകി പുതിയ വെള്ളം നിറച്ച് നമ്മൾ വേറെ മീനുകളെ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ്. വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിൽ വേസ്റ്റുകൾ ഇതിൻ്റെ അടിയിൽ കാണാൻ പറ്റും. ഒരു മീൻ ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പിടിച്ച് മാറ്റണം. അതുപോലെ തന്നെ വേസ്റ്റുകൾ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് അടിഞ്ഞിട്ടുണ്ട്. ഏകദേശം 5-6 മാസമുള്ള മീനിൻ്റെ വേസ്റ്റ്, ഫുഡ് വേസ്റ്റുകളൊക്കെയാണ്, ആൽഗകൾ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് മീനുകൾ ഏകദേശം ഈ എക്കോസിസ്റ്റമായിട്ട് പൊരുത്തപ്പെട്ടു. സാധാരണ നമ്മൾ ഇതുപോലെ പെട്ടെന്ന് ടാങ്കുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ, പെട്ടെന്ന് ആൽഗെ വാട്ടറിൽ നിന്ന് നോർമൽ വെള്ളത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മീനുകൾ ചത്തുപോകും, അതുപോലെ തന്നെ ആക്റ്റീവ് അല്ലാതെ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഇരിക്കുകയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇതിനും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഈ പറയുന്ന ജപ്പാൻ ബ്ലൂ ടൈൽ എന്ന് പറഞ്ഞൊരു ഫിഷ് വെറൈറ്റി നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെൽത്തിയർ ആയിട്ടുള്ളൊരു മീനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആദ്യം ക്ലീൻ ചെയ്ത് വെച്ച ഫ്രിഡ്ജിൽ മറ്റുള്ള മീനുകളെ നമുക്ക് റിലീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.